പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്നതായാണ് സൂചനകൾ വരുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനെ വീണ്ടും ശക്തമായി ആക്രമിക്കുമെന്ന കടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നും ഇറാൻ നേതാക്കൾ നിലവിൽ സമാധാന കരാറിനായി യാചിക്കുകയാണെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും യുദ്ധത്തിലേക്ക് തിരിച്ചുവരാനാണ് അമേരിക്കയുടെ ഭാവമെങ്കിൽ കയ്യിൽ വലിയ സർപ്രൈസുകൾ കരുതിയിട്ടുണ്ടെന്നും ഇറാനും ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാനെതിരെ ഒരു പുതിയ സൈനിക ആക്രമണത്തിന് അമേരിക്ക തികച്ചും സന്നദ്ധമായിരിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. കേവലം വാക്കുകളിൽ ഒതുക്കുന്ന ഭീഷണിയല്ല, മറിച്ച് യുദ്ധത്തിനുള്ള ഔദ്യോഗിക ഉത്തരവ് വരെ പുറപ്പെടുവിച്ചിരിക്കുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന നാടകീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ നടന്നതെന്നാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം നടത്താൻ US പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ഔദ്യോഗികമായി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആക്രമണത്തിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങി കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താൻ ഉത്തരവ് താൽക്കാലികമായി മാറ്റിവെക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അവസാന നിമിഷത്തിൽ കടുത്ത സൈനിക നീക്കത്തിൽ നിന്നും പിന്തിരിയാൻ കാരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പെട്ടെന്നുള്ള നയതന്ത്രപരമായ മാറ്റമാണെന്നാണ് അമേരിക്കൻ പക്ഷത്തിന്റെ വാദം. US ഇസ്രായേൽ സഖ്യവുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ടെഹ്റാൻ ഒരു പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചതിനെ തുടർന്നാണ് താൻ ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ നേതാക്കൾ കടുത്ത സാമ്പത്തിക സൈനിക സമ്മർദ്ദത്തിലാണെന്നും അവർ നിലവിലൊരു കരാറിനായി യാചിക്കുകയാണെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. താൻ നൽകിയ ഈ താൽക്കാലിക ഇളവ് ഇറാൻ ലഭിച്ച അവസാന അവസരമാണെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ പാലിച്ച് കരാറിലെത്താൻ ഇറാൻ ഇനിയും വൈകിയാൽ പിന്നീട് ഉണ്ടാകുന്ന ആക്രമണത്തിൽ ഇറാനിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ലെന്ന അതീവ ഗുരുതരമായ ഭീഷണിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം ഇറാനെ പൂർണ്ണമായും ആക്രമിക്കാൻ സജ്ജരായി നിൽക്കുന്നുവെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ പാലിച്ച് കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യമായ മുന്നറിയിപ്പുകൾക്ക് അതേ നാണയത്തിലാണ് ടെഹ്റാൻ മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ബലത്തിന് മുന്നിൽ ഭയന്ന് പിന്മാറുന്ന ചരിത്രം ഇറാൻ ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ. അമേരിക്കയുടെ ഭീഷണികളോട് കടുത്ത ഭാഷയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകൾ നിലനിൽക്കുമ്പോഴും ഭീഷണിപ്പെടുത്തി തങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് അമേരിക്ക കരുതേണ്ടതില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്ക വീണ്ടും ഇറാനെതിരെ ഒരു യുദ്ധത്തിലേക്ക് തിരിച്ചുവരാൻ തയ്യാറായാൽ അവർക്കായി വലിയ സർപ്രൈസുകൾ തങ്ങൾ കാത്തുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാഷിംഗ്ടൺ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇതെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന് പുറമെ ഇറാൻ സായുധ സേനയും തങ്ങളുടെ യുദ്ധസന്നദ്ധ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾ അമേരിക്കൻ ഭീഷണികളെ ഒട്ടും ഭയപ്പെടുന്നില്ലെന്ന് ഇറാൻ സൈന്യം ഔദ്യോഗികമായി വ്യക്തമാക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയോ സൈനിക താവളങ്ങൾക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള US ഇസ്രായേൽ നീക്കമുണ്ടായാൽ തിരിച്ചടി അതീവ ശക്തവും വിനാശകരമായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ നേതാക്കൾ കരാറിനായി യാചിക്കുവാണെന്ന ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഇറാന്റെ ഈ പുതിയ പ്രസ്താവനകൾ. US ഇസ്രായേൽ സഖ്യവുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ടെഹ്റാൻ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നത് സത്യമാണെങ്കിലും അത് തങ്ങളുടെ ബലഹീനതയായി കാണരുതെന്ന് സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ശക്തി പ്രകടനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും തങ്ങളെ ഒരു കരാറിലും ഒപ്പുവെപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ശേഷിയിലും പ്രതിരോധ സംവിധാനങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം പോർവിളികൾ തുടരുന്നത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സൈനിക ഭീഷണികളും അതിനൊട്ടും വഴങ്ങില്ലെന്ന ഇറാന്റെ ശക്തമായ തിരിച്ചടിയും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരമാധികാരം തെളിയിക്കാനുള്ള കടുത്ത വാശിയിലാണ്. ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറുകൾക്കായി ടെഹ്റാൻ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന ആശ്വാസകരമായ വാർത്തയായിരുന്നെങ്കിൽ അതിനെ ഇറാന്റെ യാചനയായി ചിത്രീകരിച്ച ട്രംപിന്റെ പ്രസ്താവന കാര്യങ്ങൾ വീണ്ടും വഷളാക്കി. ഇത്തരം അഹന്ത നിറഞ്ഞ സമ്മർദ്ദ തന്ത്രങ്ങൾ പശ്ചിമേഷ്യയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും സമാധാന ശ്രമങ്ങളെ പാതി വഴിയിൽ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോർവിളി കേവലം 2 രാജ്യങ്ങൾക്കിടയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ആഗോള ഇന്ധന വിപണിയെയും സാമ്പത്തിക രംഗത്തെയും കനത്ത പ്രതിസന്ധിയിലാക്കും. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ ആക്രമണം നടത്താൻ പൂർണ്ണ സജ്ജമായി നിൽക്കുന്നുവെന്ന ട്രംപിന്റെ അന്ത്യശാസനവും തങ്ങളുടെ കയ്യിൽ അമേരിക്കയെ ഞെട്ടിക്കുന്ന വലിയ സർപ്രൈസുകൾ ഉണ്ടെന്ന ഇറാന്റെ മുന്നറിയിപ്പും ഇരുപക്ഷവും ഏതു നിമിഷവും ആയുധമെടുക്കാൻ തയ്യാറാണെന്നതിന്റെ തെളിവാണ്. ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന ഈ അന്ത്യശാസനത്തോട് ഇറാൻ ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകുമോ, അതോ കഴിഞ്ഞ ചൊവ്വാഴ്ച അവസാന നിമിഷം മാറ്റിവെച്ച സൈനിക ആക്രമണം US വരും ദിവസങ്ങളിൽ നടപ്പിലാക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.
എന്തായാലും പശ്ചിമേഷ്യൻ ആകാശം ഇപ്പോൾ കനത്ത യുദ്ധമേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്.